ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗോതമ്പ് പുട്ട് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആട്ടപ്പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. വെള്ളം ഒട്ടും അധികമാവാണ്ട് ശ്രദ്ധിക്കണം. വീണ്ടും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് പൊടി ഇത്രയും നനച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് അരിൻ്റെ ചോറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തലേദിവസം ബാക്കി വന്ന ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. വല്ലാണ്ട് അങ്ങോട്ട് അരച്ചെടുക്കരുത്. ഇപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല തരിയായിട്ട് തന്നെയാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ടെക്സ്ചറാണ് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം. ഈ പൊടി നമുക്ക് മിക്സ് ചെയ്യുമ്പം ഒട്ടും വെള്ളം കൂടാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ചോറ് കൂടാനും പാടില്ല. അല്ലെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുമ്പം നമുക്ക് തരിയായി കിട്ടൂല. ഇതെല്ലാം കട്ട കുത്തിപ്പോവും. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തരിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് ഷേപ്പ് ഹോൾഡായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ശരിക്കും നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് പൊടി തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്തതാണെങ്കിൽ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ പൊടിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആദ്യം തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിലവർക്ക് തേങ്ങ അധികം ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പുട്ടുണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് തേങ്ങയും പൊടിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പുട്ടും കുറ്റിയിൽ പൊടിയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ആവി വന്ന ഉടനെ തന്നെ നമ്മളിത് എടുക്കരുത്. ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് ഒരു 3 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിക്കുന്നു. ഇനി നമുക്കിത് പതുക്കെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഒന്ന് വറുത്തിട്ടും നിങ്ങൾക്ക് ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഗോതമ്പ് പൊടി വെച്ചിട്ട് പുട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ ഈ പുട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് എത്ര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.